നമസ്കാരം. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിലുണ്ടായ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളിൽ ഒരാളായ സാജിദ് അക്രമിന്റെ സ്വദേശം ഹൈദരാബാദാണെന്ന് സൂചന. 27 വർഷം മുൻപ് ഇയാൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതാണെന്നും ഹൈദരാബാദിലെ കുടുംബവുമായി ഇയാൾക്ക് പരിമിതമായ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും തെലങ്കാന DGP ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാജിദ് അക്രമിന്റെ തീവ്രവാദവൽക്കരണത്തിന് പിന്നിലെ കാരണങ്ങൾക്കോ അതിൽ പങ്കുണ്ടെന്ന് കരുതുന്ന മകൻ നവീദ് അക്രമിന്റെ ചെയ്തികൾക്കോ ഇന്ത്യയുമായോ തെലങ്കാനയിലെ പ്രാദേശിക സ്വാധീനങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് പറഞ്ഞു. സാജിദ് അക്രം ഹൈദരാബാദിൽ നിന്ന് BCom പൂർത്തിയാക്കിയ ശേഷം 1998 നവംബറിലാണ് ജോലിക്കായി ഓസ്ട്രേലിയയിലേക്ക് പോയത്. ഓസ്ട്രേലിയയിലെ സിഡ്നി ബോണ്ടി ബീച്ചിൽ ഡിസംബർ 14 നടന്ന ഹനുക്ക എന്ന ജൂതമത ആഘോഷത്തിനിടയിലുണ്ടായ വെടിവെപ്പിൽ പ്രതിയായ സാജിദ് അക്രം ഇന്ത്യൻ വംശജനാണെന്ന് നേരത്തെ ഫിലിപ്പീൻസ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇവർ ഫിലിപ്പീൻസ് സന്ദർശിച്ചതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ. സംഭവത്തെപ്പറ്റി അന്വേഷിക്കുമെന്ന് ഫിലിപ്പീൻസ് അധികൃതർ വ്യക്തമാക്കി. സാജിദ് അക്രം ഇന്ത്യൻ വംശജനാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. സാജിദ് അക്രം സ്റ്റുഡന്റ് വിസയിൽ 1998 ഓസ്ട്രേലിയയിൽ എത്തിയതെന്നും മകൻ നവീദ് അക്രം ഓസ്ട്രേലിയയിൽ തന്നെ ജനിച്ച പൗരനാണെന്നും ഓസ്ട്രേലിയൻ ആഭ്യന്തരമന്ത്രി ടോണി ബുർക്കെ പറഞ്ഞു. സാജിദ് പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും നവീദ് അക്രം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇവർ നടത്തിയ ആക്രമണത്തിൽ 15 പേർ മരിക്കുകയും 42ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അക്രമികൾ IS പ്രത്യയശാസ്ത്രത്താൽ നയിക്കപ്പെട്ടിരിക്കാമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രതികരിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ ജൂതന്മാർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണമെന്നാണ് വിലയിരുത്തൽ. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം കാരണം ഈ അച്ഛനും മകനും ഭീകരവാദികളായി മാറിയിരിക്കുന്നതിന്റെ തെളിവാണ് ബോണ്ടി ബീച്ചിലുണ്ടായ ദുരന്തം. ഇഷ്ടിക പണിക്കാരനായിരുന്ന നവീദ് അക്രം 2019 ഓസ്ട്രേലിയയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ഇയാൾ ഒരു ഭീഷണിയായിരുന്നില്ല. വെടിവെപ്പിന് മുമ്പുള്ള ഇരുവരുടെ നീക്കങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണെന്ന് ആന്റണി ആൽബനീസ് കൂട്ടിച്ചേർത്തിരുന്നു. 2025 നവംബറിൽ ഫിലിപ്പീൻസിലേക്കുള്ള യാത്രയ്ക്കിടെ ഇരുവരും ഭീകരവാദികളുമായി കൂടിക്കാഴ്ച നടത്തിയോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം. മീൻ പിടിക്കാൻ നഗരത്തിന് പുറത്തേക്ക് പോവുകയാണെന്ന് ആക്രമണം നടന്ന ദിവസം നവീദ് അക്രം അമ്മയോട് പറഞ്ഞതായി അധികൃതർ പറഞ്ഞു. എന്നാൽ വാടക കെട്ടിടത്തിൽ ആക്രമണം ആസൂത്രണം ചെയ്തിരുന്ന അച്ഛനോടൊപ്പം നവീദും പിന്നീട് ബീച്ചിലേക്ക് എത്തി ആക്രമണത്തിൽ പങ്കാളിയാകുകയായിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ ഖുറാൻ നിയമങ്ങളുടെ പാരായണമായ താജുദ്ദീന്റെ എല്ലാ നിയമങ്ങളിലും പ്രാവീണ്യം നേടിയതിന് നവീദിനെ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവൻ ആദം ഇസ്മായിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രശംസിച്ചിരുന്നു. ഇതിന്റെ സർട്ടിഫിക്കറ്റുമായി നൽകുന്ന നവീദിന്റെ ഫോട്ടോ അടക്കമുള്ള പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളെന്നായിരുന്നു പോസ്റ്റിൽ നവാദിനെ ആദം ഇസ്മായിൽ വിശേഷിപ്പിച്ചിരുന്നത്. അതേസമയം 2022 തുടക്കത്തിൽ തന്നെ നവീദുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം ഇല്ലാതായതായി ഇസ്മായിൽ സിഡ്നി മോർണിംഗ് ഹെറാൾഡിനോട് പറഞ്ഞു. ബോണ്ടിയിലെ ഇരകളുടെ ചിത്രങ്ങൾ കണ്ട് താൻ തകർന്നുപോയെന്നും ഇസ്മായിൽ പറഞ്ഞു. തനിക്കും കുടുംബത്തിനും വധഭീഷണികൾ ലഭിച്ചെന്നും ഇത് കാരണം വീട് വിട്ട് പോകേണ്ടി വന്നതായും അദ്ദേഹം പറഞ്ഞതായി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്ന കാലയളവിൽ തന്നെ ഇസ്മായിൽ 5 Before 5 സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ മെന്ററായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഓസ്ട്രേലിയൻ സ്ഥാപനത്തിൽ കൗൺസിലിംഗും ഇസ്ലാമിക യുവജന വികസന പരിപാടികളുമാണ് നൽകുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഓർഗനൈസേഷൻ 2019 നവീദിന് തീവ്രവാദ ബന്ധങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നതായി ABC റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവ ദിവസം നവീദും പിതാവ് സാജിദും ഷോട്ട് ഗണ്ണുകളും ബോൾട്ട് ആക്ഷൻ റൈഫിളുകളുമായിട്ടാണ് ബോണ്ടി ബീച്ചിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയത്. ആക്രമണം ഏകദേശം 10 മിനിറ്റ് നീണ്ടു നിന്നതായി 100 കണക്കിന് ആളുകൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 10-നും 87-നും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ചവരിൽ അധികവും.